ആലപ്പുഴ വലിയഴീക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായി ഉപയോഗശൂന്യമായ സ്കൂൾ ബസ്. വർഷങ്ങളായി കാട് പിടിച്ച് സ്കൂൾ മുറ്റത്ത് കിടക്കുന്ന ബസ്സിനുള്ളിൽ ഇഴജന്തുക്കളും തെരുവ് നായ്ക്കളും വിഹരിക്കുകയാണ്. ബസ് മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ആറു വർഷത്തിലേറെയായി ഈ സ്കൂൾ ബസിന്റെ അവസ്ഥ ഇതാണ്. MLA ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് രമേശ് ചെന്നിത്തല നൽകിയ ബസ്സിനാണ് ദുർഗതി. വലിയഴീക്കലിലെ ചെറുവഴികളിലൂടെ വലിയ ബസ് ഓടില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഇതോടെ ഓട്ടം നിർത്തി സ്കൂളിന്റെ മൂലയിൽ വിശ്രമമായി. കാട് പിടിച്ച് തുരുമ്പെടുത്ത ബസ് ഇന്ന് കുട്ടികൾക്ക് പേടി സ്വപ്നം. ഇപ്പോൾ കുട്ടികൾ എല്ലാം ഇവിടെ കളിക്കുമ്പോൾ പന്ത് അങ്ങോട്ട് പോയാൽ കുട്ടികൾ പേടിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വന്ന തൊഴിലുറപ്പുകാർ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അണലി ഇറങ്ങിപ്പോകുന്നത് കണ്ട് ബസ് മാറ്റാൻ ജില്ലാ പഞ്ചായത്ത് നടപടി തുടങ്ങിയിരുന്നു. വൻ തുകയാണ് ആവശ്യപ്പെടുന്നത്. ഈ തുകയ്ക്ക് തുരുമ്പെടുത്ത ബസ് വാങ്ങാൻ ആരും തയ്യാറല്ല. ഹയർ സെക്കൻഡറി തലം വരെ ഉണ്ടെങ്കിലും സ്വന്തമായി ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ കുട്ടികളുടെ കളിസ്ഥലം സ്കൂൾ മുറ്റമാണ്. അങ്ങോട്ട് കുട്ടികൾ വിടാത്തതിൻ്റെ കാരണം എന്താ പറയുക, ഇത് അപകടകരമായി നിൽക്കുകയാണ്. അപകടകരമായി നിൽക്കുമ്പോൾ അധ്യാപകർ നിരന്തരം ഇവിടെ കാവൽ നിന്നുകൊണ്ടാണ് വിദ്യാർത്ഥികളെ അങ്ങോട്ട് പിടിക്കാത്തത്. അധ്യാപകർ ഏതെങ്കിലും ഒരു കണ്ണ് തെറ്റിപ്പോയാൽ അവർ ചാടി അതിനകത്തോട്ട് കയറി എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷങ്ങൾ മുടക്കി വാങ്ങി നൽകിയ ബസിന്റെ ഇന്നത്തെ അവസ്ഥ MLA അറിയുന്നുണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.